ഇപ്പോ സീരിയൽ ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിനൊപ്പം വളർന്നിട്ടുള്ള ഒരു നടൻ കൂടിയാണ്. അപ്പോ ഈ കഴിഞ്ഞ ദിവസമാണ് സീരിയൽ രംഗത്തിനെതിരെ മൊത്തത്തിൽ ഒരു ആക്ഷേപണം ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ നിലവാരത്തിനെ കുറിച്ചിട്ടും, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് വനിതാ കമ്മീഷന്റെ ശുപാർശകൾ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ എങ്ങനെയാണ് ആസ് എൻ ആർട്ടിസ്റ്റ് ഇത് നോക്കി കാണുന്നത്? ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. രണ്ടും ഈ നിലവാരത്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ഇപ്പോ ഉള്ള വനിതാ കമ്മീഷന്റെ നിലപാടല്ല വനിതാ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. 2017 വെറും കേരളത്തിലെ 3 ജില്ല, തിരുവനന്തപുരം, കോട്ടയം, മലപ്പുറം, ഇന്ന് ഈ 3 ജില്ലകളിൽ നിന്ന് 13 വയസ്സിനും 19 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളിൽ നിന്ന് എടുത്ത ഒരു സർവേയാണ്. 3.5 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് ഈ പറയുന്ന ഒരു 400 പേര് ആയിട്ടുള്ള കുട്ടികളിൽ നിന്ന്, അതും കൂടുതൽ ആൾക്കാർ കാണുന്നത് 50 വയസ്സിന് മുകളിലോട്ടുള്ള കാണുന്ന ഒരു കലാരൂപത്തിന്റെ സർവേ എടുക്കുന്നത് ഇത്തരത്തിലാകുന്നത് അത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വനിതാ കമ്മീഷൻ, എനിക്ക് തോന്നുന്നു വനിതാ കമ്മീഷൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് വനിതാ കമ്മീഷനിൽ 2017 റിപ്പോർട്ട് അവർ പുറത്തുവിടുന്നേ ഉള്ളൂ. അങ്ങനെ വനിതാ കമ്മീഷന്റെ ഒരു ശുപാർശയായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്, എനിക്ക് ഉറപ്പില്ല. പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് സീരിയലിന്റെ നിലവാരം കൂടണം എന്നുള്ള കാര്യത്തിനകത്ത് പൂർണ്ണമായി ഞാൻ യോജിക്കുകയാണ്. തീർച്ചയായിട്ടും പൂർണ്ണമായി യോജിക്കുന്നു. കാരണം പണ്ട് നമ്മൾ എന്ത് കഥയാണോ പറഞ്ഞുകൊണ്ടിരുന്നത്, ആ കഥയിൽ നിന്ന് ഒട്ടും കുറച്ചൊക്കെ ചെറിയ വ്യത്യാസങ്ങളല്ലാണ്ട് കഥകളിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ അതിനകത്ത് കണ്ടന്റ് മാറണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. പിന്നെ പ്രേംകുമാറേട്ടൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ എന്നെ വളരെ നല്ല സുഹൃത്താണ്. പ്രേംകുമാറേട്ടൻ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ വാക്കുകളുടെ പ്രശ്നങ്ങളാണ്. ഒന്ന്, അദ്ദേഹം ആദ്യം പറഞ്ഞ ഇന്റർവ്യൂലോ എവിടെയോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സീരിയലുകൾ എൻഡോസൾഫാനേക്കാളും മാരകമാണ് എന്നാണ് വ്യക്തമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം വിശദമായ ഒരു പത്രക്കുറിപ്പ് ആരോടോ എവിടെയോ വെച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം സീരിയലുകളെ കുറിച്ച് മാത്രമല്ല, സിനിമ, ടെലിവിഷൻ, ചില സാഹിത്യങ്ങൾ, എഴുത്ത് മാധ്യമങ്ങൾ, ഇതെല്ലാം സീരിയൽ എല്ലാം ഇതേപോലെ എൻഡോസൾഫാനേക്കാളും മാരകമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് സീരിയൽ എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് ഈ പറയുന്ന ഒരു പൊതുസമൂഹം പ്രൊജക്ട് ചെയ്ത്. പിന്നെ രണ്ടാമത്, അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം സീരിയലുകളെ കുറിച്ച് മാത്രമാണ് പറയുന്നെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് പൊതുസമൂഹത്തിൽ കറക്റ്റ് ആയിട്ട് എത്തിയിട്ടില്ല. അതായത് ചില സീരിയലുകൾ എൻഡോസൾഫാനെ പോലെ മാരകമാണ് എന്നാണ് പറയുന്നത്, എല്ലാ സീരിയലുകളും എന്ന് പറയുന്നില്ല. അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു വ്യക്തത വരുത്തേണ്ട ഒരു കാര്യം, അദ്ദേഹം കാണുന്ന അല്ലെങ്കിൽ കണ്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ പൊതുബോധ്യത്തിലുള്ള ഏത് സീരിയലാണ്, അപ്പം ചില സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സീരിയലുകളും അല്ല, ഏത് സീരിയലാണ് ഇതേപോലെ വിഷമായി അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലികമാണെങ്കിലും നമുക്ക് ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, പ്രത്യേകിച്ച് ആ മാധ്യമ. അപ്പോ അദ്ദേഹം അത് പറഞ്ഞത് ചില സീരിയലുകൾ എന്നാണെങ്കിലും അതിന്റെ താഴെയുള്ള കമന്റ്സ്, ഞാൻ ഇന്റർവ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ എന്റെ കമന്റ്സുകൾ എടുത്ത് വായിച്ചപ്പോൾ അതിനകത്ത് 99% ആളുകളും പ്രതികരിച്ചിരിക്കുന്നത് സീരിയലുകൾ നിർത്തണം, അതെല്ലാം വിഷം വമിപ്പിക്കുന്നതാണെന്നാണ്. അപ്പൊ അത് പൊതുജനങ്ങളിലോട്ട് എത്തിയിരിക്കുന്നത് എല്ലാ സീരിയലുകളും എന്നുള്ള രീതിയിലാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ചില സീരിയലുകളാണ്. അദ്ദേഹം ഇനി മുതൽ അദ്ദേഹം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അദ്ദേഹം മാറ്റി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വളരെ ക്ലാരിറ്റിയോട് ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി പറയുമ്പോൾ ആ ഒരു സ്ഥാനത്തിരുന്ന് പറയുമ്പോൾ ഈ പറയുന്നത് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പറഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് അത് മാറും. ഞാൻ സീരിയലുകളൊന്നും കാണാറില്ല, നല്ല സീരിയലുകളും കാണും. ഇപ്പം 10 ചിലപ്പോൾ 8 മോശം, 2 നല്ലതായിരിക്കും ഒരു വിഷയം. എനിക്ക് തോന്നുന്നത് അവർ ചൂടെ ഇരുന്ന് സംസാരിച്ച് പുതിയ കണ്ടന്റുകളിലോട്ട് മാറണം. എനിക്ക് തോന്നുന്നു പുള്ളി മീഡിയയിൽ അങ്ങനെ പറഞ്ഞത് സീരിയൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അത് ഭയങ്കര വിഷമമായി. പുള്ളി ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യും, പുതിയ സീരിയലിനുള്ള അപ്ലൈ ചെയ്യുന്നവരോട് അതിൻ്റെ കഥ വായിച്ച് നോക്കി, നിങ്ങൾ ഇങ്ങനത്തെ കഥ സ്കൂട്ടനി ചെയ്യണം, നമുക്ക് ഈ കഥ വേണ്ട, ഇത് സ്ഥിരമുള്ളതല്ല, വേണ്ട, സ്കൂട്ടനി ചെയ്ത് പുതിയതെടുത്താൽ മതിയെന്ന് നിങ്ങൾ ചാനലുകളുമായിട്ട് സംസാരിച്ച് അങ്ങനെ ഒരു നിലപാടിലോട്ട് പോകണം. അതായത് നമുക്ക് പ്രേംകുമാറിൻ്റെ റീസെന്റ് ഒരു ഇന്റർവ്യൂടെ നമുക്ക് കേട്ടോ എടുത്ത് കാണിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന 1-2 വാർത്തകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സീരിയലുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പരാമർശം, സീരിയലുകൾ എൻഡോസൾഫാനേക്കാളും മാരക വിഷമാണ് എന്നുള്ള ഒരു പരാമർശം. ആ പരാമർശത്തെ വളച്ചൊടിച്ചു എന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞത് തന്നെ ഒന്ന് തിരുത്തേണ്ടിയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. സീരിയലുകൾ മാരക വിഷം എന്നല്ല, ചില സീരിയലുകൾ, ആ ചില നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ചിലർ ബോധപൂർവം അതിനെ അങ്ങ് മറച്ചു. അപ്പോൾ അത് എല്ലാ സീരിയലുകളും എന്നൊക്കെയുള്ള രീതിയിൽ അതവിടെ തെറ്റിദ്ധരിക്കപ്പെട്ടു. അപ്പോൾ അത് വേറൊരു വിഷയമാണ്. പക്ഷെ ചില സീരിയലുകൾ അത് ചില സീരിയലുകൾ മാത്രമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം? ചില സീരിയലുകൾ മാത്രമല്ല, ചില സിനിമകൾ, ചില സാഹിത്യകൃതികൾ, ചില നാടകങ്ങൾ, ചില ടെലിവിഷൻ പരിപാടികൾ, നമ്മുടെ ഈ ഇന്റർനെറ്റ് പോലെ അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ ഇപ്പോൾ ഒരു നവമാധ്യമങ്ങളിൽ വരുന്ന പല ഇതൊക്കെ ചേർത്താണ് മൊത്തത്തിൽ ഒരു സാംസ്കാരിക വിഷം മലയാളി തീണ്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ എൻഡോസൾഫാനെ പോലെ സമൂഹത്തിന് അപകടമാണ് എന്ന് സൂചിപ്പിച്ചത്. ഇത് ഇന്നോ ഇന്നലെയോ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് വന്നപ്പോഴോ പറഞ്ഞതൊന്നുമല്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 10 വർഷം മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ്. ഇതേ വാചകങ്ങൾ. അത് അന്ന് 2015
ഓഗസ്റ്റ് 23 മാതൃഭൂമി പത്രത്തിൽ അതിന്റെ എഡിറ്റോറിയൽ പേജിൽ അതൊരു ലേഖനമായിട്ട്, ഭൂമിയിലില്ലാത്ത ജീവിതങ്ങൾ എന്ന് പറഞ്ഞൊരു ലേഖനമായിട്ട് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം കൂടിയാണ്. അപ്പൊ അന്ന് പറഞ്ഞ അതേ വാചകമാണ്, ഈ എൻഡോസൾഫാനെ പോലെ അപകടമാണ് ചിലത് എന്നുള്ളത് അടിവരയിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അത് മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നപ്പോൾ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടുകയും പല രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തു. അവിടെ ഞാൻ പറഞ്ഞത് ചില ഇത്തരം പരിപാടികൾ, അത് സീരിയലുകളുടെ ഉള്ളടക്കത്തെ കുറിച്ചാണ് പറയുന്നത്. അത് വ്യക്തമല്ലേ, അത് സീരിയലുകളുടെ പ്രമേയങ്ങൾ, അതിന്റെ കണ്ടന്റുകൾ, അതിനെക്കുറിച്ച് മാത്രമാണ് എന്റെ വിയോജിപ്പ്. ഇവിടെ ഈ മേഖലയിൽ എത്രയോ വലിയ പ്രതിഭകളുള്ള ഒരു മേഖലയാണ്. ഏറ്റവും നല്ല സംവിധായകരുണ്ട്, ഏറ്റവും വലിയ തിരക്കഥാകൃത്തുക്കളുണ്ട്, ഏറ്റവും മികച്ച അഭിനേതാക്കൾ, നമുക്ക് നല്ല സീരിയലുകൾ അല്ലെങ്കിൽ അതുപോലുള്ള പ്രോഗ്രാമുകൾ നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിർമ്മാതാക്കളുണ്ട്. അപ്പൊ ഇവിടെ പ്രതിഭാദാരിദ്ര്യം എന്നൊന്നും അതിന് പറയാനൊക്കെ. പക്ഷെ ആ പ്രതിഭകൾക്ക് അവരുടെ അവസരം പ്രകടിപ്പിക്കാനുള്ള ഇതിന് ചില വിലക്കുകളോ അല്ലെങ്കിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നതോ ഒക്കെ ആയിട്ടുള്ള അവസരങ്ങൾ. എന്റെ വിയോജിപ്പ് ഇതിനകത്ത് ഈ പ്രമേയങ്ങൾ മാത്രമാണ്. ഈ അഭിനയിക്കുന്നവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവർക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. ആ ഒരു പരിമിതിയുണ്ട്. അപ്പൊ നടന്മാർക്ക് അല്ലെങ്കിൽ നടിമാർക്കൊന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അവർക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ അവർ അവതരിപ്പിക്കുന്നു, കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ പ്രമേയങ്ങൾ, ഇതിന്റെ കണ്ടന്റ്, ഉള്ളടക്കം, അത് തീരുമാനിക്കുന്നത് വേറെ ചിലരാണ്. ആ പ്രമേയത്തിൽ, ഉള്ളടക്കത്തിൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. ഇപ്പൊ ഒരു കാലത്ത് മലയാള സിനിമ 60കളിലോ 70കളിലോ ഒക്കെയുള്ള മലയാള സിനിമ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ പോലും ഉപേക്ഷിച്ച് കളഞ്ഞ ചില പ്രമേയങ്ങൾ, ഇപ്പോൾ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള വിഷയങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോഴും ഈ വർത്തമാന കാലത്ത്, ലോകം ഇത്രയേറെ മാറിയ ഒരു കാലത്ത് നമ്മൾ അവതരിപ്പിക്കുന്ന പല ടെലിവിഷൻ സീരിയലുകളിലും. അവിടെ ഞാൻ പലത് എന്നാണ് പറഞ്ഞത്, എല്ലാത്തിലും അല്ല. അവിടെ ഇപ്പോഴും അങ്ങനെയുള്ള, അപ്പൊ ഇത് മതിയോ? ഇത്തരം പ്രമേയങ്ങൾ, ഇത്തരം കണ്ടന്റുകൾ മതിയോ? ഇവിടെ ഇതിനൊരു മാറ്റം ഉണ്ടാകണ്ടേ, ഒരു ഗുണപരമായ മാറ്റം ഇവിടെ ഉണ്ടാകണ്ടേ എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പറയാൻ ഈ മേഖലയെ അത്രയേറെ സ്നേഹിക്കുന്ന, അതിനോട് അത്രയേറെ എനിക്കൊരു കടപ്പാടുണ്ട്. അപ്പൊ അവിടെ ഒരു മാറ്റം ഉണ്ടാകണം, എങ്കിൽ മാത്രമേ ഈ ഒരു ഇൻഡസ്ട്രി ഇനി നിലനിന്ന് പോകൂ. അല്ല, അതിൽ ഒരു പരാമർശം, ഇപ്പോൾ താങ്കൾ പറഞ്ഞത് എൻഡോസൾഫാനെ പോലെ അല്ലെങ്കിൽ ഒരു മയപ്പെടുത്തിയ രീതിയായിരുന്നു. പക്ഷേ പ്രമുഖനായ എഴുത്തുകാരൻ ശ്രീകുമാരൻ തമ്പി പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് എൻഡോസൾഫാനേക്കാൾ മാരകമായതെന്നാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞാൻ കേട്ടു. അദ്ദേഹം വളരെ ശക്തമായി ഈ കാര്യത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിച്ചാണ്. ഇത് ഞാൻ പറയട്ടെ, ഇപ്പോ ഞാൻ ഈ ഒരു പ്രതികരണം നടത്തിയപ്പോൾ ഇവിടെ അഭിനേതാക്കളുടെ സംഘടനയാണ് ഒരു പ്രതിഷേധക്കുറിപ്പായിട്ട് വന്നത്. അല്ല, ആ കത്തിൽ, ആത്മയുടെ കത്തിൽ പറഞ്ഞത് ചെയർമാൻ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഇത് ഞാൻ പറയട്ടെ, ഇത് അങ്ങനെ ഒരു പ്രതിഷേധിക്കാൻ അവർക്ക് അവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അത് ഞാൻ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളൂ. ഞാൻ ഏതെങ്കിലും അഭിനേതാവിന്റെ അഭിനയം മോശമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, സംവിധാനം മോശമാണെന്ന് പറഞ്ഞിട്ടില്ല, നിർമ്മാണം മോശമാണെന്നല്ല. ഞാൻ കണ്ടന്റിന്റെ കാര്യം, പ്രമേയത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ താങ്കൾ ഇപ്പോൾ ചോദിച്ചല്ലോ, കൈയടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞതെന്ന് അവർ പറഞ്ഞു എന്ന് ചോദിച്ചല്ലോ. അപ്പൊ കൈയടി കിട്ടും എന്ന് അവർ തന്നെ സമ്മതിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതിനകത്ത് കൈയടി കിട്ടാനുള്ള എന്തോ ഉണ്ട്, അപ്പൊ ചില വസ്തുതകൾ ഇതിനകത്തുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ്. ഒരു കാര്യം ചിന്തിക്കണം, ഈ മലയാളി സമൂഹം ഉണ്ടല്ലോ, ഇത്രയും പ്രബുദ്ധരായ, സാംസ്കാരികമായ ഔന്നത്യം പുലർത്തുന്ന ഈ മലയാളി സമൂഹം, അങ്ങനെ എന്തിനും ഏതിനും കൈയടിക്കുന്ന ഒരു സമൂഹമാണ് മലയാളികളെന്ന് അവരെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർ കൈയടിക്കുന്നു എങ്കിൽ അതിനകത്ത് ചില വസ്തുതകൾ ഉണ്ട് എന്നവർ മനസ്സിലാക്കണം. എന്നിട്ട് വേണ്ട തിരുത്തലുകൾ, ഉചിതമായ തിരുത്തലുകൾ ഉണ്ടാവണം. അവർ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഞാൻ ചിലരുടെയൊക്കെ അന്നം മുട്ടിച്ചു എന്ന് പോലും പറഞ്ഞു. ഞാനിത് ഈ 10 വർഷങ്ങളായിട്ട് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിത് പറഞ്ഞതുപോലെ ഒരാളുടെയും അന്നം മുട്ടിയതായിട്ട് എനിക്കറിയില്ല. പക്ഷെ ഇതുപോലെ എന്റെ അന്നം മുട്ടി എന്നുള്ളതാണ് സത്യം. പക്ഷെ ആ നഷ്ടവും ഞാൻ സ്വയം സഹിച്ചുകൊണ്ട് ഇത് പറയണമെങ്കിൽ അത് എനിക്ക് ഈ മേഖലയോട് ഉള്ള ഒരു പാട്, ഞാൻ ജീവിക്കുന്ന ഈ സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത, അതുകൊണ്ട് തന്നെയാണ്, ആ ഒരു ആത്മാർത്ഥത കൊണ്ട് ആണ് ഞാൻ ഹൃദയത്തിൽ തൊട്ടാണ് ഇത് പറയുന്നത്. ഇത് ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങൾ ഇതുകൊണ്ട് നിലനിന്ന് പോകുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ തൊഴിലെടുക്കുന്ന ഒരു തൊഴിലിടം കൂടിയാണ്. ആ തൊഴിലിടം മാന്യമായ രീതിയിൽ സംരക്ഷിക്കപ്പെടണം. ഇത് ജനങ്ങൾ തിരസ്കരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ ഈ ഇൻഡസ്ട്രി തന്നെ ഇല്ലാതായി പോകും. ഇത്രയും പേരുടെ തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെടും. അപ്പൊ ഈ ഇൻഡസ്ട്രി നിലനിൽക്കണമെങ്കിൽ ഇവിടെ ഗുണപരമായ മാറ്റമുണ്ടാകണം. അത് ഈ പ്രമേയങ്ങളിൽ ഉചിതമായ മാറ്റങ്ങൾ വരുത്താനും അത് ആ രീതിയിൽ അത് ആവിഷ്കരിക്കാനുമുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവരെല്ലാം കൂടി സീരിയലിൻ്റെ കണ്ടന്റ് മാറേണ്ട സമയം കഴിഞ്ഞു. ഭയങ്കരമായിട്ടും പണ്ട് മലയാളം സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉള്ള കണ്ടന്റുകൾ ഉപേക്ഷിച്ച കണ്ടന്റ് അത് വീണ്ടും എടുക്കണോ, വലിയൊരു പോയിന്റാണ്. മാറിയ സമൂഹത്തിനനുസരിച്ച് ഈ സീരിയലുകളിൽ ചെയ്യുന്ന ആൾക്കാരുടെ സ്ക്രിപ്റ്റിൽ മാറ്റം വരുത്തണം. കുറച്ചുകൂടെ പുതുതലമുറയ്ക്കനുസരിച്ച് മാറാൻ നമ്മൾ പഠിക്കണം. ഇനി എന്നാ പഠിക്കുന്ന 2024 വീണ്ടും ആ പഴയ ഇതും വെച്ചുകൊണ്ടിരിക്കുക. കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മുടെ കഥ, ഇവർ ഈ ചെയ്യുന്ന കഥകൾ കുടുംബ പ്രേക്ഷകർ, അതായത് സ്ത്രീകളെ അത് കൂടുതൽ ബാധിക്കുന്നത്. ഇത് ബാധിക്കുമ്പോൾ വീട്ടിൽ കലഹം ഉണ്ടാകുന്നു. പല ഡിവോഴ്സ് കേസുകൾ വരുമ്പോഴും ഈ സീരിയൽ ഒരു ഘടകമായിട്ട് വരുന്നുണ്ട്. അവരറിയുന്ന പോലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്വാധീനിക്കുന്നുണ്ട്. കഥ തീരുന്നില്ലല്ലോ, എപ്പിസോഡുകൾ ഇങ്ങനെ മാസങ്ങളോളം വർഷങ്ങളോളം ഇങ്ങനെ കടന്നു പോകുമല്ലേ. അപ്പോൾ ഇതിനൊരു മാറ്റം വേണ്ട, അനിവാര്യമാണ്. പുള്ളി ഇപ്പോൾ എന്താ പറയുന്നത് നമുക്ക് മനസ്സിലായത്. അതിപ്പം മീഡിയാസ് അത്യാവശ്യം ഒന്ന് വളച്ചു. പുള്ളി എല്ലാ സീരിയലുകളെയും പറഞ്ഞിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.